എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 17ാമത്തെ വീഡിയോയാണിത്. മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായവുമായി ബന്ധപ്പെട്ട 28 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. 2 കോരിന്തോസ് അധ്യായം 13-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 13 വാക്യങ്ങൾ. ചോദ്യം 2. 2 കോരിന്തോസ് അധ്യായം 13-ന്റെ ശീർഷകം എന്ത്? ഉത്തരം മുന്നറിയിപ്പുകൾ. ചോദ്യം 3. ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് എത്രാമത്തെ തവണയാണെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:1 പറയുന്നത്? ഉത്തരം 3-ാം പ്രാവശ്യം. ചോദ്യം 4. ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:1 പറയുന്നത്? ഉത്തരം 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. ചോദ്യം 5. ഞാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആർക്കൊക്കെയാണെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:2 പറയുന്നത്? ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. ചോദ്യം 6. എന്റെ 2-ാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എന്റെ ഡാഷിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു. പൂരിപ്പിക്കുക. ഉത്തരം അസാന്നിധ്യത്തിലും. ചോദ്യം 7. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയുള്ള തെളിവാണല്ലോ എന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 13:3 ചോദിക്കുന്നത്? ഉത്തരം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന്. ചോദ്യം 8. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം ക്രിസ്തുവിനെ പറ്റി. ചോദ്യം 9. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:4 പറയുന്നത്? ഉത്തരം ബലഹീനതയിൽ. ചോദ്യം 10. ഞങ്ങൾ ക്രിസ്തുവിൽ എങ്ങനെയാണെന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 13:4 പറയുന്നത്? ഉത്തരം ബലഹീനരാണ്. ചോദ്യം 11. ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളോട് പെരുമാറുമ്പോൾ. ചോദ്യം 12. നിങ്ങൾ എന്തു പരിശോധിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:5 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. ചോദ്യം 13. നിങ്ങൾക്ക് എന്തു ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന്. ചോദ്യം 14. നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:6 പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന്. ചോദ്യം 15. നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നാണ് അപ്പസ്തോലൻ 2 കോരിന്തോസ് 13:7 പറയുന്നത്?
ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന്. ചോദ്യം 16. ഞങ്ങൾ പരീക്ഷയിൽ പരാജിതരായി കാണപ്പെട്ടാൽ പോലും നിങ്ങൾ എന്തു ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. ചോദ്യം 17. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യുന്നുവെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം സന്തോഷിക്കുന്നു. ചോദ്യം 18. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:9 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി. ചോദ്യം 19. ഞാൻ വരുമ്പോൾ ഡാഷ് പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു. പൂരിപ്പിക്കുക. ഉത്തരം കാർക്കശ്യത്തോടെ അധികാരം. ചോദ്യം 20. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 13:10 പറയുന്നത്? ഉത്തരം നിങ്ങളെ വളർത്തിയെടുക്കാൻ. ചോദ്യം 21. 2 കൊരിന്തോസ് അധ്യായം 13 11 മുതൽ 13 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഉത്തരം അഭിവാദനങ്ങൾ. ചോദ്യം 22. അവസാനത്തെ അഭിവാദനത്തിൽ കോരിന്തോസിലെ സഹോദരരോട് നിങ്ങളെ തന്നെ എന്തു ചെയ്യാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നവീകരിക്കുവിൻ. ചോദ്യം 23. അവസാന അഭിവാദനത്തിൽ നിങ്ങൾ എന്ത് സ്വീകരിക്കുവിനെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം എന്റെ ആഹ്വാനം. ചോദ്യം 24. അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഡാഷ് ആയിരിക്കുവിൻ. പൂരിപ്പിക്കുക. ഉത്തരം ഏകമനസ്കരായിരിക്കുവിൻ. ചോദ്യം 25. പൗലോസ്ലീഹ തന്റെ അഭിവാദനത്തിൽ കോരിന്തോസുകാരോട് എങ്ങനെ ജീവിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം സമാധാനത്തിൽ ജീവിക്കുവിൻ. ചോദ്യം 26. ആര് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ് അപ്പസ്തോലൻ തന്റെ അഭിവാദനത്തിൽ ആശംസിക്കുന്നത്? ഉത്തരം സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം. ചോദ്യം 27. പരസ്പരം അഭിവാദനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:12 പറയുന്നത്? ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട്. ചോദ്യം 28. ആരെല്ലാം നിങ്ങളെ അഭിവാദനം ചെയ്യുന്നുവെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 13:12 പറയുന്നത്? ഉത്തരം വിശുദ്ധരെല്ലാവരും. 2024 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 17ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.